നമുക്കിത് നോമ്പ് തുറക്കാനായിട്ട് മജ്ബൂസാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മജ്ബൂസ് മന്തിയുടെ ഒക്കെ ഒരു അനിയനായിട്ടൊക്കെ വരും. അതിനായിട്ട് നമ്മൾ 2 സവാള എടുത്തൊന്ന് വഴറ്റി കൊടുക്കണം. അതിനകത്തോട്ട് കുറച്ച് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിടണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ എടുത്ത് ഒന്ന് മസാല പുരട്ടി വെക്കണം. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് പുരട്ടി കൊടുക്കണം. എന്നിട്ട് അതിന്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ അരിക്കനുസരിച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് അരിയും കഴുകി ഒന്നിട്ട് കൊടുക്കണം. നമുക്കിന്ന് ആയിട്ട് സ്പെഷ്യലായിട്ട് ഫലൂഡ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഈ പാക്കറ്റ് ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാനത് എടുത്തായിരുന്നു. പാക്കറ്റിന്റെ അകത്ത് ഫലൂഡ മിക്സും കുറച്ച് ജെല്ലിയും കുറച്ച് നട്ട്സും ഇരിപ്പുണ്ടായിരുന്നു. കവറിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ കുക്ക് ചെയ്യേണ്ടതെന്ന്. കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാലിനകത്ത് ഇതിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നിത് ആക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഫ്രീസറിൽ വെച്ച് നല്ല രീതിക്ക് തണുപ്പിച്ച് ഐസ്ക്രീം ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കേണ്ടതാണ്. പിന്നെ ഞാനത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ഉണ്ടാക്കാനായിട്ട്. എങ്ങനെ ആകുമെന്ന് ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ആ സമയം കൊണ്ട് നമ്മുടെ മജ്ബൂസ് ഒക്കെ നല്ല കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് കുറച്ച് വെറൈറ്റി ആണ്. ഇതിന്റെ പേര് വരുന്നത് ക്രിസ്പി ചിക്കൻ ബൈറ്റ് എന്നാണ്. അതിനായിട്ട് മിക്സിയുടെ ചേർന്നകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാളയും മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി പൗഡറും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടെ എടുക്കുന്നുണ്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർന്നകത്തോട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു സമൂസ ലീഫ് 3 കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മസാല അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കുറച്ച് മൈദ മാവ് 4 സൈഡിലും ഒന്ന് പുരട്ടിയിട്ട് ഞാൻ ഈ മടക്കി വെച്ചേക്കുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്ക ബജ്ജിയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മജ്ബൂസിന് കുറച്ച് പപ്പടവും സലാഡും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫലൂഡ ആകാനായിട്ട് നാളെ ആക്കും. അന്നേരത്തേക്ക് നമുക്ക് കുറച്ച് മുഹബത്തിക്ക സർബത്ത് ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇന്ന് കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് കസുകസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങാവെള്ളം കലക്കി വീഡിയോ ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായ കസുകസ് ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാണ് നാരങ്ങാവെള്ളം കലക്കുന്നത്. സാധാരണ ഞാൻ ഫസ്റ്റിലെ കലക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.